ഇനി മറ്റു വാർത്തകളിലേക്കാണ്. പാലക്കാട് ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടമാണ്. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. മഴയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. അട്ടപ്പാടി താവളം പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുകയാണ്. പാലക്കാട് നിന്നും അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, ഇപ്പോൾ നിലവിൽ മഴയുടെ അവസ്ഥ എന്താണ്? എന്തെല്ലാമാണ് നാശനഷ്ടങ്ങൾ? സ്വാതി, ഇന്ന് കനത്ത മഴയാണ് ജില്ലയിൽ പെയ്തത്. ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ കാറ്റിലും മഴയിലും വൈദ്യുത പോസ്റ്റുകൾ വീടിന് മുകളിലേക്ക് പൊട്ടി വീഴുന്ന സാഹചര്യമുണ്ടായി. കാഞ്ഞിരങ്കോട്ട് പറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗം തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ മലയോര മേഖലയായ നെല്ലിയാമ്പതിയിൽ ശക്തമായ മഴയാണ് ഉണ്ടായത്. ആ ലില്ലി മേഖലയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ഗതാഗത നിയന്ത്രണവും ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അപകട സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അട്ടപ്പാടിയിൽ ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അഗളി 33 kV സബ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പ്രധാന ലൈൻ പൊട്ടിയതാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ താമസം വരുന്നതിൽ കാരണം. താവളത്തെ ഭവാനിപ്പുഴ ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് വലിയ പോസ്റ്റുകൾ തകർന്നത്. വൈദ്യുത കമ്പികൾ ഭവാനിപ്പുഴയിൽ വീണ് കിടക്കുകയാണ്. അത് ഉൾപ്പെടെ നന്നാക്കാൻ സമയമെടുക്കുമെന്നുള്ളതാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. രാവിലെ മുതൽ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് KSEB ഉദ്യോഗസ്ഥരും. അത്തരത്തിൽ വിവിധങ്ങളായ മേഖലയിൽ മണ്ണാർക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം മേഖലകളിലൊക്കെ കനത്ത നാശനഷ്ടമാണ് ഈ മഴയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പാലക്കാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടായി. ഈ റോഡിലൂടെ ഗതാഗതം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. വെള്ളം കയറിയ പുത്തൻതോട് ഭാഗത്തെ 4 വീട്ടിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിൽ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് ഉണ്ടായത്. മാത്രമല്ല, ഭവാനിപ്പുഴ കര കവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായി. അട്ടപ്പാടി താവളം പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ജില്ലയുടെ ആകമാനം കനത്ത നാശനഷ്ടമാണ് മഴയിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഇന്നലെയും ഇന്നും പെയ്ത മഴയിൽ നിരവധിയായിട്ടുള്ള വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും വൈദ്യുതി ലൈനുകൾ തകരാറിലാകുകയും ചെയ്തു. KSEB ഉദ്യോഗസ്ഥർ നാശനഷ്ട കണക്കടക്കം വിലയിരുത്തുകയാണ്. സ്വാതി. ശരി അജിത്. പാലക്കാട് കനത്ത മഴയാണ്. അട്ടപ്പാടി ഏകദേശം ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് ചുരത്തിൽ. ആ വിവരങ്ങളാണ് അജിത് ബാബു നൽകിയത്.